എവരിവൺ വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്റ്റുഡിയോ ജിബ്ലി സ്റ്റൈൽ ഇമേജസ് ആണ്. ജനറേറ്റഡ് ആയിട്ടുള്ള ഈ ഇമേജസിൻ്റെ എത്തിക്സും ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നും കുറേ പേര് ഡിബേറ്റ് ചെയ്യുമ്പോൾ പലരും അത് ജസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സന്തോഷത്തിൽ നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയും. സോ ടുഡേ ലെറ്റ്സ് ഡിസ്കസ് സ്റ്റുഡിയോ ജിബ്ലി ഇമേജസ് ആൻഡ് ദ എത്തിക്സ് ഓഫ് ഞാനും ഈ പറഞ്ഞ പോലെ എനിക്കത് ആ ഒരു 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 എന്താ പറയുക, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇത് എല്ലാവരും ഇത് ചെയ്ത് കാണുമ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഇരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കിയിട്ടോ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽ സോ ബാഡ് ദറ്റ് ഐ ഡിലീറ്റഡ് ഇറ്റ്. കാരണം നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ കുറച്ചൊക്കെ വരയ്ക്കും. അങ്ങനെ ഒരുപാട് വരയ്ക്കുന്ന ഒരാളല്ല. എൻ്റെ ലൈൻ വരുന്നത് ഡിസൈനിങ്ങിലാണ്. കുറച്ചൊക്കെ വരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു സ്റ്റൈല് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നല്ല പാടുള്ള, നമുക്ക് പോസ്റ്റർ കളറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും നല്ല കഴിവുണ്ടെങ്കിൽ. പക്ഷെ കുറച്ച് പാടുള്ളൊരു സ്റ്റൈലാണത്. അത് ആ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു അനിമേറ്റർ, ആ ഒരു സംവിധായകൻ, ആ ഒരു ആളുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് ആളുടെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹയോ മിയസാക്കിയാണ് സ്റ്റുഡിയോ ജിബ്ലിയുടെ ഫൗണ്ടർ. അപ്പോൾ ഹയോ മിയസാക്കിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈലിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത് ചറ പറയുന്ന എല്ലാവരും എടുത്തിടുന്നത് കണ്ടപ്പോൾ എവിടെയോ എനിക്കത് ആദ്യം ഞാനത് ചെയ്ത് നോക്കിയെങ്കിലും പിന്നീട് എനിക്കത് തോന്നി അത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ വേഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ദ ഇൻ്റർനെറ്റ് ഈസ് ഫ്ലഡഡ് വിത്ത് ദോസ് ഇമേജസ് ആൻഡ് എങ്ങനെ ഇമേജസ് ഉണ്ടാക്കാമെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടോറിയലുകൾ, അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ക്രിയേറ്റേഴ്സ് അധികം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2016-ലോ 2015-ലോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോഡൽ ഹയോ മിയാസാക്കിയെ കാണിക്കുകയുണ്ടായി. ഹീ സെഡ് ഇറ്റ് വാസ് ഗ്രോട്ടസ്ക് ആൻഡ് ഹീസ് ഡിസ്ഗസ്റ്റഡ് ബൈ ഇറ്റ് ആൻഡ് ഇത് ലൈഫിന് തന്നെ എതിരായിട്ടുള്ളൊരു കാര്യമാണ്. ഐ വിൽ നെവർ യൂസ് ഇറ്റ് ഇൻ മൈ വർക്ക് എന്നാണ് ആള് പറഞ്ഞത്. അപ്പോൾ ആളുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടുള്ള ഒരു സ്റ്റാൻസ് വളരെ ക്ലിയർ ആയിട്ട് ആൾ അവതരിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെയും ആ ഒരു ആർട്ടിസ്റ്റിനെ, അതും ഒരു ചെറിയ ലെവലിലുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല ഹയോ മിയാസാക്കി എന്ന് പറയുന്ന വ്യക്തി. ആളുടെ പേഴ്സണലി ആളുടെ കുറേ കുറ്റങ്ങൾ ആൾക്കാർക്ക് പറയാനുണ്ടെങ്കിലും കൂടി ആളുടെ സിനിമകൾ ഒരു പക്ഷേ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ, ആളുടെ സിനിമകൾക്ക്, ആളുടെ സ്റ്റോറി ടെല്ലിങ്ങിന്, ആളുടെ ഒരു കഴിവിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ച് വളരെ വലുതാണ്. കാരണം അങ്ങനത്തെ കഥകൾ പറയാൻ എളുപ്പമല്ല. ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് എല്ലാവർക്കും അറിയുന്നത് സ്പിരിറ്റഡ് അവേ ആയിരിക്കുമെങ്കിലും ആളുടെ ഏത് സിനിമ, എനിക്ക് നോസ്ക വാലി ഓഫ് ദ വിൻഡ്, അത് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്, പിന്നെ ഹോൾസ് മൂവിങ് കാസിൽ, ഇതൊക്കെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്, ടെയിൽ ഓഫ് പ്രിൻസസ് കഗുയ. ഓരോ സിനിമ എടുത്താലും അതെല്ലാം ഒന്നിനൊന്ന്, അതായത് വരച്ചാണ് നമ്മളോട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്, ഒന്നിനൊന്ന് യുണീക്കാണ്. ഇത്രയും കഴിവുള്ള ഒരാളുടെ ഒരു ഇതിനെ നമ്മളൊരു പ്രോംപ്റ്റ് 4 ടെക്സ്റ്റ് എഴുതി വിട്ടിട്ട് ആൾ വർഷങ്ങൾ എടുത്തിട്ടാണ് ആളുടെ ആ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പറ്റും ഒരു പേഴ്സണൽ സ്റ്റൈൽ അവരുടെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത്രയും വർഷങ്ങളെടുത്ത് ആളെ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റൈലിനെയും കൂടി ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ആർ സേയിങ്. പിന്നെ ഹയോ മിയാസാക്കി മാത്രമല്ല, ആളുടെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അനിമേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സീനും അവർ മെറ്റിക്കുലസ് ഡീറ്റെയിലാണ് അവർ ചെയ്യുന്നത്. അത്രയും മണിക്കൂറുകളുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റാണ് ആ ഒരു സീനിലേക്ക് അവർ കൊടുക്കുന്നത്. അതൊരു പ്രോംപ്റ്റിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുത്തിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പലർക്കും ദഹിക്കാൻ പാടുള്ളൊരു കാര്യമാണ്. അത് പാടുള്ളൊരു കാര്യമായിട്ട് തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പണ്ടത്തെ സിനിമകളിലൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വന്നിട്ട് റോബോട്ടൊക്കെ വന്ന് പാത്രം കഴുകണ റോബോട്ടൊക്കെ വരും എന്നാണ്. പക്ഷേ വേർ തിങ്സ് ആർ ഗോയിങ്, നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ എബിലിറ്റീസിനെയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കാരണം എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവായുള്ള എബിലിറ്റീസിൽ ആംബിഗിറ്റി ഉള്ളത് കൊണ്ട് അത് എളുപ്പം അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പഠിച്ചെടുക്കാൻ പറ്റുകയും അത് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഹ്യൂമൻ ബീങ്സിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ ചോദിച്ചു, കോപ്പി റൈറ്റർ ഉണ്ടോ നിങ്ങൾക്ക്? കാരണം നമുക്ക് കണ്ടന്റ് വേണമല്ലോ, നമ്മൾ ഗ്രാഫിക്സും അതിന് വേണ്ട കുറേ ക്രിയേറ്റീവ്സാണ് നമ്മൾ ചെയ്തുകൊണ്ട് കൊടുത്തിരുന്നത്. അപ്പോൾ വെബ്സൈറ്റിന് വേണ്ട കുറച്ച് ക്രിയേറ്റീവ്സും. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് കണ്ടന്റ് ക്രിയേറ്റർ അല്ല, കോപ്പി റൈറ്റർ ഇപ്പോൾ തൽക്കാലത്തിന് ഇല്ല, നമുക്ക് GPT വെച്ച് എന്തെങ്കിലും എഴുതാം.
അപ്പോഴാണ് എനിക്ക് ക്ലിക്കായത്. ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് കോപ്പി റൈറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞു. ഇൻ ഫ്യൂച്ചർ കോപ്പി റൈറ്റർ എന്നുള്ള ഒരു റോള് തന്നെ ഉണ്ടാവുമോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. ഇപ്പം തന്നെ ആ ലെവലിലാണ് നിൽക്കുന്നത്. GPT ഈ ഒരു അപ്ഡേറ്റോട് കൂടെ ചിലപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്നുള്ള ജോലി ഒക്കെ ആബ്സൊല്യൂട്ട് ആവും പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ എന്താ പറയുക, നമുക്ക് ആസ്വാദനമില്ലാത്ത ജോലികളും കമ്പ്യൂട്ടർ നമുക്ക് ആസ്വാദനമുള്ള പോയട്രിയും റൈറ്റിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ കമ്പ്യൂട്ടർ ചെയ്യുകയും നമുക്ക് ആസ്വദിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്ത ജോലികൾ ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഫ്യൂച്ചറിലേക്കാണോ പോകുന്നത് എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഇതിൽ പലപ്പോഴും ടെക് ബ്രോസിൻ്റെ ഇത് ChatGPT ഈസ് ഇൻക്രീസിങ് മൈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, നമ്മൾ അങ്ങനെ ലോകം കീഴടക്കും. ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യമല്ല ആർട്ട്. നിങ്ങൾ എക്സൽ നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അക്കൗണ്ടിങ് നന്നായിട്ട് നമ്മുടെ CAസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് പ്രൊഡക്ടിവിറ്റീനെ കൊണ്ടുവരുമ്പോഴത്തേനും അതിലെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയും നമ്മൾ ഇനി മെക്കാനിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാർ മെക്കാനിക്കലാവുകയും മെഷീൻസ് ആർട്ടിസ്റ്റിക് ആവുകയും ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ഇനി ഒരു തരത്തിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗോയിങ് ഫോർവേഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. കാരണം ഒന്നും പ്രത്യേകിച്ചില്ല. കാരണം ഇതൊരു ക്യാപിറ്റലിസത്തിൻ്റെ പുതിയ ബ്രാൻഡ് ന്യൂ ഷൈനി ചൈൽഡാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് തടയിടാനായിട്ട് നമുക്ക് ഒരു തരത്തിലും നമുക്ക് അതിന് സാധിക്കില്ല. കാരണം ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ് മണി. ഇപ്പം തന്നെ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊരു സ്റ്റോറി ബോർഡ് ചെയ്യേണ്ട ഒരു കാര്യം വന്നു ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. സ്റ്റോറി ബോർഡ് ചെയ്യാൻ നേരം അപ്പോൾ അതിലൊരു സൗത്ത് ഇന്ത്യൻ ഒരു ഗേളിൻ്റെ അങ്ങനത്തെ കുറച്ച് ഷോർട്സാണ് നമുക്ക് വേണ്ടത്. ആള് അറ്റയർ ആണെങ്കിലും ലുക്സ് ആണെങ്കിലും ഷീ ഷുഡ് ലുക്ക് സൗത്ത് ഇന്ത്യൻ. പക്ഷേ അപ്പം നമ്മൾ എല്ലാ AIയിലും ട്രൈ ചെയ്തു, മിഡ് ജേണിയിലും. കാരണം സ്റ്റോറി ബോർഡ് വരയ്ക്കാൻ ഇച്ചിരി അധികം ഒരുപാടധികം വരയ്ക്കാനുണ്ടായിരുന്നു. എനിക്ക് വരയ്ക്കാൻ സത്യം പറഞ്ഞാൽ മടിയായിപ്പോയി. ഞങ്ങൾ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സ് ഭയങ്കര മോശമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫീച്ചേഴ്സ് അവർക്ക് കൊണ്ടുവരാൻ തന്നെ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വളണ്ടിയറിലി ആ AIനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പടങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ ഫേഷ്യൽ ഫീച്ചേഴ്സും, നമ്മുടെ ഒരു ശരീരഭാഷ, ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ശരീരഭാഷ, AIക്ക് ജനറലി വിരലുകളും എന്താ പറയുക കണ്ണുകളും അങ്ങനെ ചില കാര്യങ്ങളിൽ അതിൽ റെപ്പിറ്റീഷൻ വരുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ വിരലെന്ന് പറയുമ്പോൾ ഒരേപോലെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് ഡിഫിക്കൽട്ടി ഉണ്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇത്രയധികം ഇമേജസ്, സാമൾട്ടൺ പറഞ്ഞത് അവരുടെ GPUs ആർ മെൽറ്റിംഗ് എന്നാണ്. അപ്പോൾ അത്രയധികം ഇമേജസ് നമ്മൾ നമ്മുടെ എല്ലാ ടൈപ്പ് എത്നിസിറ്റിയിലുള്ള ആൾക്കാരുടെയും കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യാൻ സഹായിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൈവസി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഏജിൽ അവർ പ്രൈവസി ഈസ് എ ജോക്ക്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വളണ്ടറിലി നമ്മുടെ പ്രൈവസി അവർക്ക് കൊടുക്കുന്ന പോലെ, നമ്മുടെ ഇമേജസ് അവർക്ക് കൊടുത്ത് അവരുടെ AI മോഡലിനെ ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എത്തിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ബട്ട് അതുകൊണ്ട് മാത്രം അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ് മണി. മാർക്കോയുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ വന്നിരുന്നു. അതിൽ പറയുന്നുണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പുതിയ ഫോണുകളിലൊന്നും ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല. കാരണം ഈ എങ്ങനെയും അവരുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ എല്ലാ ഇതിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്രഷർ വളരെ ഹൈ ആണ്. അപ്പം എന്താ ഉണ്ടാവുക, അതിലേക്ക് കൂടുതൽ കാശ് പമ്പ് ചെയ്യപ്പെടും, കുറേ പണം ഇതിലേക്ക് പമ്പ് ചെയ്യപ്പെടും. ആ പണം ഇതിനെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അത് ഹ്യൂമാനിറ്റീനെ പിറകിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ AI എന്ന് പറയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആസ് ഓഫ് നൗ ഇപ്പോൾ GPTക്ക് നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ക്ലോക്കിൽ സമയം കാണിക്കാൻ. അധികം അത് എപ്പോഴും എനിക്ക് തോന്നുന്നു കാണിക്കുന്നത് 10:10 സമയം. കാരണം അതിന് വേറെ ജനറേറ്റ് ചെയ്യാൻ അറിയില്ല. ഏറ്റവും കൂടുതൽ ഇമേജസ് ഉള്ളത് 10:10 അതുകൊണ്ട് ഇപ്പോൾ വൈൻ ഗ്ലാസ് നിങ്ങൾ നോക്കുകയാണ്, വൈൻ ഗ്ലാസ് കാണിക്കുകയാണ്, ഫുള്ളായിട്ടുള്ള വൈൻ ഗ്ലാസ് കാണിക്കാൻ പറഞ്ഞാൽ അതിന് അറിയില്ല. അത് കാണിക്കുക കുറച്ച് എത്ര ഫുൾ മേക്ക് ഇറ്റ് മോർ ഫുൾ എന്ന് പറഞ്ഞാലും അതിനെ അറിയില്ല. കാരണം ഇന്റർനെറ്റിൽ ഫുള്ളായിട്ടുള്ള വൈൻ ഗ്ലാസസിന്റെ ഇമേജസ് ഇല്ല. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റേജിൽ നമ്മളിപ്പോൾ മോക്ക് ചെയ്യുന്ന സ്റ്റേജിൽ നിന്ന് ഓൾറെഡി അത് ഒരുപാട് മാറിക്കഴിഞ്ഞു. അതിന്റെ പാറ്റേൺ റെക്കഗ്നീഷൻ ആയാലും കാര്യങ്ങളായാലും എല്ലാം മാറിക്കഴിഞ്ഞു, ഒരുപാട് ബെറ്റർ ആയി കഴിഞ്ഞു. ഇനിയും അത് ഒരുപാട് ബെറ്റർ ആവും. ഇപ്പോൾ ആൾക്കാർ അവിടെ തെറപ്പി വരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഹ്യൂമാനിറ്റിയാണ് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ക്യാപിറ്റലിസം എന്നുള്ള മെഷീൻ വർക്ക് ചെയ്യുന്നത് ഈസ്
ബൈ ചേർണിങ് ഔട്ട് എ ലോട്ട് ഓഫ് മണി. അതിൽ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ആകെ പറ്റുന്നത് നമ്മൾ എന്നുള്ള ഫാക്ടർ മാത്രമാണ്. അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതും. ഇഫ് യു ക്യാൻ ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്, കുറെ പേര് പറയുന്നത് ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, ഇത് നമ്മൾ ആ ഒരു സ്റ്റൈലിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായ സന്തോഷം വരും. ആർട്ട് ഹാസ് ബിക്കം ആക്സസിബിൾ ടു എവറിബഡി. നമുക്ക് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിക്കൊള്ളണം എന്നുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊള്ളണം എന്ന് നിർബന്ധമല്ലേ ഒന്ന്. രണ്ടാമത്തെ, സ്റ്റുഡിയോ ജിബ്ലിയുടെ സിനിമകൾ നിങ്ങൾ ടെലിഗ്രാമിലും പൈറേറ്റ് ചെയ്തുമാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അവർ കോപ്പി അടിക്കുന്നതിനാണോ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾ കോപ്പി അടിച്ചല്ലേ സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ പൈറേറ്റ് ചെയ്താണല്ലേ സിനിമ കണ്ടത് എന്ന് ചോദിക്കുന്നൊരു വിഭാഗമുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ ക്രൈമുകൾ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആയിട്ടാണ് അധികവും അപ്ലൈ ചെയ്യപ്പെടാറ്. അതായത് ക്രൈം എന്നുള്ളത് പലപ്പോഴും ഇൻഡിവിജ്വൽസിന് വളരെയധികം അപ്ലൈ ചെയ്യുന്നതും വലിയ കോർപ്പറേഷൻസിന് വളരെ വേഗമായിട്ടുള്ളതുമായ ഒരു കോൺസ്ട്രക്റ്റ് ആണെന്ന് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ടാക്സ് ഇൻവേഷൻ നടത്തുകയാണെങ്കിൽ അവർ വലിയ തുക കെട്ടേണ്ടി വരും, അവർ ജയിലിൽ പോകേണ്ടി വരും, അവർ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പക്ഷേ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഹയർ ക്ലാസ്സിലുള്ള ഒരു ഇൻഡിവിജ്വൽ ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ലണ്ടനിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐലൻഡിലേക്കോ ഒക്കെ മൂവ് ചെയ്തിട്ട് അവിടെ സുഖജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ കോപ്പിറൈറ്റ് ലോ ഇൻഫ്രിഞ്ച് ചെയ്യുമ്പോൾ വളരെ മോശവും, ഒരു AI വന്നിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു സിലിക്കൺ വാലിയിലുള്ള വലിയൊരു കോർപ്പറേറ്റ് നയിക്കുന്ന ഒരു സംരംഭം വന്നിട്ട് നമ്മുടെ ഇന്റർനെറ്റിലുള്ള എല്ലാ ഇമേജസും എടുത്തിട്ട് അതിൻ്റെ മോഡലിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അത് ഓക്കെയും ആവുന്നത് ശരിയല്ല. പിന്നെ ഇനിയിപ്പോൾ അവർക്ക് മോറലി യാതൊരുവിധ എത്തിക്സും ഇല്ലെങ്കിലും നമുക്ക് കുറച്ചാവാലോ. ഇതിൽ നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ മാത്രമാണ്. കാരണം ഇത് വലിയ ആൾക്കാരുടെ കയ്യിലാണ്. ദിസ് ഇസ് എ ലോട്ട് ഓഫ് മണി. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ ഇനി വരുന്ന 10 വർഷത്തേക്കെങ്കിലും നമുക്ക് തോന്നും നമ്മുടെ ഒരു ഇന്റേൺ ആണ്, നമുക്കൊരു ടൂളാണ്, നമ്മളെ എയ്ഡ് ചെയ്യുന്നു എന്ന്. 10 വർഷം കഴിയുമ്പോഴത്തേനും ദിസ് വിൽ സ്റ്റാർട്ട്, ഇറ്റ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ജോബ്സ്, ദിസ് വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ജോബ്സ്. പക്ഷേ ഈ ജിയോ ഒക്കെ നമ്മളുടെ അടുത്ത് ചെയ്ത പോലെ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ ഇതിനോട് യൂസ് ടു ആവും, പിന്നെ നമ്മൾ നമ്പാവും. അപ്പോൾ പിന്നെ നമ്മൾ അവരെത്ര പൈസ കൂട്ടിയാലും നമ്മൾ അതിന് കൊടുക്കാൻ തയ്യാറാവും. ആ ഒരു റിയാലിറ്റിനോട് നമ്മൾ താതാത്മ്യപ്പെടേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ഇതിലേക്ക് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓക്കെ. താങ്ക് യു. ബൈ ബൈ.